ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊന്ന് ഓഫീസിൽ നിന്ന് ലഞ്ച് ബ്രേക്ക് ആയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഞാനൊരു കാഴ്ച കാണും. ഒരാൾ വയസ്സായ ഒരാൾ നിന്നിട്ട് ചെയേഴ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയർ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. അപ്പോൾ ഞാനത് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഞാൻ ആളടുത്ത് പോയി അത് കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി നിന്നു. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ വല്ല മെഷീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും ദിവസം. അപ്പോൾ ചിലപ്പോൾ മേ ബി മെഷീൻസൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ഇയാളിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. നെക്സ്റ്റ് ടൈം അതേപോലെ ആൾ പിന്നെയും വന്നു ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി പറഞ്ഞു, അവിടെ ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ട്, പോയി നോക്ക്, നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ആൾക്ക് ബ്ലൈൻഡാണ്, കണ്ണ് കാണുന്നില്ല, എന്നിട്ടാണ് ആളെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ട് ഞാൻ അവിടെ തന്നെ ചെന്നു. അവിടെ തന്നെ ചെന്നിട്ട് ഞാനത് നോക്കുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ബ്ലൈൻഡാണ്. കാരണം ആൾ ഓരോ ഹോൾസിലൂടെ ആ നീഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കര ലിസൺ ചെയ്തിട്ടാണ് അയാൾ ആ പ്രോസസ്സ് ചെയ്യുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് അപ്പോൾ എനിക്കൊന്നും കൂടി ഇൻട്രസ്റ്റ് ആയത് കാണാൻ. അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്കിങ്ങനെ കണ്ണും എല്ലാതും ഉണ്ട്, നമുക്ക് ഇത്രയും സ്കിന്നും ഒന്നും ഇല്ലല്ലോ, നമ്മളെന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല. കണ്ണ് കാണാത്ത ആൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും. അതാലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആളോട് റെസ്പെക്റ്റും എന്തൊക്കെയോ തോന്നി. ഈവനിങ് ആയപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ ഭയങ്കര രസത്തിൽ ആൾ ഹാഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കംപ്ലീറ്റ് ആണ്. നാളെ വന്നാൽ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തതാണ് കാണിക്കുന്നത്. പിന്നെ എനിക്കത് പ്രൂവ് ആയത് ആൾ ബ്ലൈൻഡ് ആണെന്നുള്ളത് മനസ്സിലായത് ഒരാളുടെ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സറൗണ്ടിങ്സിൽ നമുക്ക് നടക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളതിനെ കാണുന്നില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.